മംഗളൂരു കോട്ടേക്കർ ബാങ്ക് കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കവർച്ചയ്ക്ക് ശേഷം 2 സംഘമായി പിരിഞ്ഞ് കേരള ഭാഗത്തേക്കും മംഗളൂരു ഭാഗത്തേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതായി കണ്ടെത്തി. ഉള്ളാൾ കൊട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കവർച്ച നടത്തിയ ആയുധധാരികളായ 6 സംഘം 2 സംഘങ്ങളായി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കവർച്ചയ്ക്ക് ശേഷം ബാങ്കിൽ നിന്ന് പുറത്തെത്തിയ സംഘം ഫിയറ്റ് കാറിൽ 100 മീറ്റർ ദൂരത്തിലുള്ള ദേശീയപാതയിലെത്തി. 4 പേർ അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ കയറി മംഗളൂരു ഭാഗത്തേക്കും 2 പേർ ഫിയറ്റ് കാറിൽ കേരള ഭാഗത്തേക്കും പോയി. ഫിയറ്റ് കാർ ഓടിച്ചിരുന്നയാൾ തലപ്പാടി ടോൾഗേറ്റിൽ മാസ്ക് നീക്കം ചെയ്ത് പണം നൽകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. തെറ്റിദ്ധരിപ്പിക്കാനായാണ് സംഘം 2 വഴിക്ക് സഞ്ചരിച്ചതെന്നാണ് കരുതുന്നത്. മംഗളൂരുവിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉണ്ടായിരുന്ന സ്ഥലത്തിനടുത്തുകൂടിയും രണ്ടാമത്തെ കാറിൽ സംഘമെത്തിയതായും കണ്ടെത്തി. ബാങ്ക് ജീവനക്കാരിൽ നിന്നും തട്ടിയെടുത്ത മൊബൈൽ ഫോണുകളിലൊന്ന് പ്രതികൾ ഈ ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മറ്റു ഫോണുകൾ ബാങ്കിന് സമീപം തന്നെ ഉപേക്ഷിച്ചിരുന്നു. 2 കാറിന്റെയും നമ്പറുകൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കവർച്ചയ്ക്ക് മുമ്പ് ഏത് ഭാഗത്തു നിന്നാണ് ഈ 2 കാറുകളും എത്തിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 4 കോടിയുടെ സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടതെന്ന് കണക്കെടുപ്പിൽ വ്യക്തമായി. സമാനമായ രീതിയിൽ കവർച്ച നടത്തിയ സംഘങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിൽ 6 സംഘങ്ങളായാണ് അന്വേഷണം. കൈരളി ന്യൂസ്, മംഗളൂരു.